നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ശവം തീനികളാണ് കഴുകന്മാർ. ചീഞ്ഞളിഞ്ഞ മാംസവും മറ്റും മൂലമുള്ള രോഗാണുബാധ ഒരു പരിധിവരെ കഴുകന്മാർ തടയുന്നു. കഴുകന്മാരുടെ എണ്ണം കുറയുന്നത് ആയിരക്കണക്കിന് ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പഠനം. വംശനാശത്തിന് അരികിലെത്തിയ കഴുകന്മാർ മൂലം ആയിരക്കണക്കിന് ആളുകളുടെ മരണം എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തുകയാണ് പുതിയ പഠനം. ഇന്ത്യൻ വൾച്ചറിന്റെ എണ്ണം കുറയുന്നത് രാജ്യത്ത് പ്രതിവർഷം 1 ലക്ഷം മരണങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. 1990കളിൽ ഇന്ത്യയിൽ കഴുകന്മാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കന്നുകാലികളിലും മറ്റും ഉപയോഗിക്കുന്ന ഡെനോഫെനാക്സ് എന്ന വെറ്റിനറി മരുന്നിന്റെ ഉപയോഗമാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. കന്നുകാലികളുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ കഴുകന്മാരിലേക്കും ഈ മരുന്നിന്റെ സാന്നിധ്യം എത്തുന്നു. ഇന്ത്യൻ വൾച്ചറുകളെയാണ് ഉദാഹരണമായി പഠനം ഉപയോഗിച്ചിരുന്നത്. തെക്കൻ ഏഷ്യയിൽ പ്രധാനമായും കാണപ്പെടുന്ന ഇവയെ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണാം. ഒരു കാലത്ത് സ്ഥിരം കാഴ്ചയായിരുന്ന കഴുകന്മാരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു. 1994-ൽ ഡെക്നോഫെനാക്സ് നിലവിൽ വരുത്തുന്നതിന് മുൻപുള്ളതും അതിനുശേഷമുള്ളതുമായ സമയമാണ് പഠനം വിലയിരുത്തിയത്. കഴുകന്മാർ വംശനാശത്തിന്റെ വക്കിലെത്തിയ പ്രദേശങ്ങളിൽ മാംസം ചീഞ്ഞളിഞ്ഞുണ്ടായ രോഗാണുബാധ മൂലമുള്ള മരണങ്ങൾ 4% ഉയർന്നത്. ശ്രദ്ധിക്കപ്പെടാതെ പോയ മാംസങ്ങൾ മൂലം ജലസ്രോതസ്സുകൾ പോലും മലിനപ്പെട്ടു. മാംസം ധാരാളമായി പുറം പ്രദേശങ്ങളിൽ അടിഞ്ഞിരുന്നത് കഴുകന്മാരാണ് മുൻപ് ഭക്ഷണമാക്കിയിരുന്നത്. എന്നാൽ കഴുകന്മാരുടെ അഭാവം നായ്ക്കളുടെ എണ്ണവും അതുവഴി റാബീസ് രോഗാണുബാധ വർദ്ധിക്കാനുമിടയാക്കി. കഴുകന്മാർ എങ്ങനെയാണ് പരിസ്ഥിതിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറുന്നത് എന്നതിന് പുതിയ മാനങ്ങൾ കൂടി നൽകുകയാണ് ഏറ്റവും ഒടുവിലിറങ്ങിയ ഈ പഠന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.